ഹായ്, ഞാൻ സൂര്യ സ്കിൻ ഹെയർ ആൻഡ് മേക്കപ്പ് കുമാരപുരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രസീലിൽ നിന്ന് വന്നിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മോഡലിനെ ഒന്ന് പരിചയപ്പെടാം. മോഡലിൻ്റെ പേര് ജയലക്ഷ്മി എന്നാണ്. ജയലക്ഷ്മി ഒരു ഡോക്ടറാണ്. ഇപ്പം MD ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ക്ലയൻറ്റിൻ്റെ മുടി നോക്കാം. മോഡലിൻ്റെ മുടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രിസിയാണ്, ഡ്രൈ ആണ് അല്ലേ? അതെ അതെ. കുറച്ച് കാലമായിട്ട് ഇത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? അതെ ചേച്ചി, ഡാമേജ്ഡ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാം. ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറും. ഓക്കെ, കുറച്ചൊരു നാച്ചുറൽ ലുക്കിലായിരിക്കും കിടക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ചേച്ചി വേണ്ടതും. ഓക്കെ, ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് കിടക്കാൻ. ഓക്കെ 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 അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ വാഷ് ചെയ്തിട്ടാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊസീജിയറിൽ ഫസ്റ്റ് വരുന്നത് കൺസൾട്ടേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് വാഷ് വരുന്നത്. കൺസൾട്ടേഷൻ ചെയ്തിരുന്നു. അപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല, വെയിറ്റ് ലോസ് ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ഹോർമോണൽ ഇഷ്യൂസും അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ്, കൺസൾട്ടേഷനിൽ ചോദിച്ചിട്ടാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല ജയലക്ഷ്മിക്ക്. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രൊസീജിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വാഷ് കഴിഞ്ഞിട്ടാണ് ഇരുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. വാഷിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രൊസീജിയറിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാഷ് എത്രത്തോളം നന്നായിട്ട് നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ടും വരുന്നത്. നമ്മുടെ മുടിയിലുള്ള സെഡിമെൻസും എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല വിർജിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യണം. അപ്പോൾ ഈ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാലും ഓരോ വാഷിൻ്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ ഒരു 4 to 5 minutes ഒക്കെ ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു വാഷാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് സെൻസിറ്റീവ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വാഷിൽ തന്നെ ഹെയറിൻ്റെ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആ ഒരു വാഷിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമുക്കിനി പ്രോഡക്റ്റ് ആപ്ലിക്കേഷനാണ് വരുന്നത്. വാഷ് കഴിഞ്ഞ് ഉണക്കിയിട്ട് വരുന്ന സ്റ്റെപ്പ്. പ്രോഡക്റ്റ് എടുക്കാൻ പോവാണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോഴേ നമ്മൾ വെയിങ് സ്കെയിൽ വെച്ച് ആണ് എടുക്കുന്നത്. ചേച്ചി എന്തിനാ ഇങ്ങനെ വെയിറ്റ് എടുക്കുന്നത്? വെയിറ്റ് എടുക്കുന്നത് നമ്മൾ ഇതനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 60 grams ആണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ബാക്കിൽ നെയ്പ്പ് ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ തിൻ സെക്ഷൻസ് എടുത്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് വാരി പ്രോഡക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും മതി നമുക്ക്. നമ്മൾ നന്നായിട്ടൊന്ന് ഇമൾസിഫൈ ചെയ്യുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് കൂടുതലായിട്ടും മുടിയുടെ അകത്തോട്ട് കയറി അതിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. പിന്നെ ഒത്തിരി വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നാച്ചുറൽ ആണെന്ന്. അപ്പോൾ എന്നിട്ടും ചേച്ചി എന്താ ഗ്ലൗസ് വേറെ ചെയ്തേ? ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് ഇതിനകത്ത്. ടാനിക് ആസിഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടിൽ വരുന്നതാണ്. അപ്പം ആൾക്കാർ വിചാരിക്കുന്നത് ഓർഗാനിക് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് നാച്ചുറൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതുകൊണ്ടാണ് അവർ വിചാരിക്കുന്നത് ഇത് നാച്ചുറൽ ആണ് എന്നുള്ളത്. ഇപ്പൊ ഓർഗാനിക് കോമ്പൗണ്ടിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർമാൽഡിഹൈഡ് ഇല്ലേ? അതെ. അപ്പം അതൊക്കെ ഓർഗാനിക് അല്ലേ? ഓർഗാനിക് കോമ്പൗണ്ടിൽ വരുന്നതാണ്. പിന്നെ പെട്രോളിയം പ്രോഡക്ട്സ് വരുന്നുണ്ട്, അതൊക്കെ ഓർഗാനിക് ആണ്. അപ്പൊ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സേഫ് എന്നല്ല. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 56 രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണ്. അപ്പം അതനുസരിച്ചിട്ടാണ് അവരുടെ പ്രോഡക്റ്റും അവരുടെ കോസ്റ്റിങ്ങും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇൻഗ്രീഡിയന്റിന്റെ ക്വാളിറ്റിയും എല്ലാം വരുന്നത്. ഇത് ബ്രസീലിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ആണ്. ബ്രസീലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ബ്രസീലിയൻ ഹെയർ ആണ് കുറച്ച് റിബലിയസ് ആയിട്ട് കട്ടിയായിട്ടൊക്കെ ഉള്ള ഹെയർ. പിന്നെ അവരുടെ ക്ലൈമറ്റും അനുസരിച്ചിട്ടും എല്ലാമാണ് അവരുടെ പ്രോഡക്റ്റ് അവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഇന്ത്യൻ ഹെയറിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് വരുന്നത് ബ്രസീലിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിലായിരിക്കും. ഇതിന് ഇങ്ങനെ ഐ ബേണിംഗ് സെൻസേഷൻ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഓക്കെ. പിന്നെ ഇത് നമുക്കൊരു 90 washes ലാസ്റ്റ് ചെയ്യും. ടാനിക് ആസിഡ് നമ്മുടെ ബോണ്ട് ഉണ്ട്. നമുക്ക് 3 ബോണ്ടുകളുണ്ട് ഹെയറിന്. അപ്പം അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്, ഡൈസൾഫൈഡ് എന്ന് പറഞ്ഞൊരു ബോണ്ട് ഉണ്ട്. അപ്പൊ അതിനെ പോയിട്ട് ഈ ടാനിക് ആസിഡ് അതിനകത്ത് ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യും. ഹൈഡ്രജൻ ഡോണറാണ് ഈ ടാനിക് ആസിഡ്. അപ്പം അത് ആ ഒരു ഡൈസൾഫൈഡ് ബോണ്ടിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. അതിന്റെ ആ ഷേപ്പിനെ ഓൾട്ടർ ചെയ്യും.
ഓ അങ്ങനെയാണ് ഇത് സ്ട്രെയിറ്റ് ആ ടെക്സ്ചർ മാറുന്നത് അല്ലേ? ടെക്സ്ചർ മാറുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു നമുക്ക് പണ്ട് നമ്മുടെ സ്ട്രെയിറ്റനിങ് പ്രോഡക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരുന്നു തയോഗ്ലൈക്കോളിക് ആസിഡ്. ഓക്കെ. അപ്പൊ ഈ തയോഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്, കൂടുതലായിട്ട് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് അത്രയ്ക്കും ഫാസ്റ്റ് അല്ല ഇതിന്റെ ആക്ഷൻ. ഇത് വളരെ കുറച്ച് ബോണ്ടുകളെയാണ് റീഷേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു പെർമനന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ റൂട്ട് മാത്രമേ ഉള്ളൂ ഗ്രോത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്താലും മതി. അപ്പൊ താഴോട്ടായി എന്ന് പറഞ്ഞ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പ്രോഡക്റ്റ് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊന്ന് റൂട്ട് മാത്രം ചെയ്യാം. താഴോട്ടൊക്കെ നല്ല രീതി നല്ല പോലെ അല്ലേ കിടക്കുന്നത്, നല്ല ഷൈൻ ഉണ്ട് അല്ലേ? ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് തിൻ സെക്ഷൻ എടുത്തായിരിക്കും ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ എടുക്കുന്നത്? ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരുപാട് ബേബി ഹെയർ ഒക്കെ ചിലപ്പോൾ കാണും. ഒരുപാട് ഒരുമിച്ചെടുക്കുമ്പോൾ ആ ബേബി ഹെയർ ഒന്നും ചിലപ്പോൾ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം പ്രോപ്പർ ആപ്ലിക്കേഷനും ഇങ്ങനെ തിൻ സെക്ഷൻ എടുക്കുമ്പോൾ കിട്ടും അല്ലേ? അതെ. നമ്മളിപ്പം ഏകദേശം ഒരു 70 grams ആണ് പ്രോഡക്റ്റ് എടുത്തത്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എക്സസ് പ്രോഡക്റ്റ് വന്നത് മുടിയിലോട്ട് തന്നെ ഇട്ട് വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്താൽ വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചർ തന്നെ നമ്മുടെ മുടിയിൽ നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് 1 hour വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് റാപ്പ് ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ചെയ്തതിന് ശേഷം ഒരു ബോളിൽ ഒരു ബോൾ വെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ വെള്ളത്തിൽ മാത്രമാണ് ഇത് റിൻസ് ഔട്ട് ചെയ്ത് കളയേണ്ടത്. കൂടുതലായിട്ട് റിൻസ് ചെയ്ത് കളയാൻ പാടില്ല. എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം റിമൂവ് ചെയ്യാൻ പോവാണ്. ഇത്രയും വെള്ളം മതി. ഇപ്പം നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് എത്ര വെള്ളം എടുക്കണമെന്ന് നോക്കേണ്ടത്. അപ്പോൾ നല്ല ലോങ് ഹെയർ ആണെങ്കിൽ ഫുൾ ബോൾ വെള്ളം എടുക്കണം. ഒരു മീഡിയം ലെങ്ത് ഒക്കെ ആണെങ്കിൽ ഹാഫ് ബോൾ മതി. ഇനി ബ്ലോ ഡ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. മീഡിയം ഹീറ്റിൽ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം അയണിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെക്ഷൻ നമുക്ക് ക്ലാസിക് 4 സെക്ഷൻസ് ആണ് എടുത്തിട്ട് ഇനി അയണിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ അയണിങ് എന്തിനാ ചെയ്യുന്നത് ശരിക്കും? അയണിങ് ചെയ്യുന്നത് നമ്മുടെ ബോണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയല്ലേ, റിലാക്സ് ചെയ്യുന്നതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി, നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? എണ്ണ നമുക്ക് സ്കാൽപ്പിൽ മാത്രം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ചിലർക്ക് എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, തലവേദന വരുന്നവരും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഹെയറിലോട്ട് എന്തെങ്കിലും നല്ല സിറം യൂസ് ചെയ്താൽ മതി. ചേച്ചി, ഇപ്പൊ ഈ അയണിങ്ങും അപ്പൊ ഒത്തിരി ഹീറ്റ് ഇപ്പം ഹെയറിന് കിട്ടുമല്ലേ, അപ്പൊ അത് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കുമോ? ഇല്ല, നമ്മുടെ ഹെയറിന് ഹീറ്റിനെ എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്, ഹെയറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഹീറ്റ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് മുടിയിൽ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ അയണിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റിൻസ് ഔട്ട് ചെയ്യണം പ്രോഡക്റ്റിന്. അതിനുശേഷം മാസ്ക് ഇട്ടിട്ട് ഒരു 5 minutes വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഇനി ബ്ലോ ഡ്രൈ. അതോട് കൂടിയിട്ട് ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. നമ്മുടെ വാഷ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യാണ്. ബ്രഷ് വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഉണക്കി കൊടുത്താൽ മതി.
അയണിങ്ങും വാഷും ബ്ലോ ഡ്രൈയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ നന്നായിട്ട് നല്ല സിൽക്കി ആയിട്ടുണ്ട്. ജയലക്ഷ്മി ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്, ഒന്ന് ടച്ച് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് എന്ന്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അല്ലേ? അതെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല ഷൈൻ ഇല്ലേ? വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഷൈൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുമ്പോൾ ഈ ഷൈൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നമുക്ക് അടുത്തൊരു ട്രീറ്റ്മെൻറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.